ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊന്ന് കൂട്ടുകൂടിയേക്കണേ. രണ്ടടുക്കളയാണ് എനിക്കുള്ളത്, ഒരു മെയിൻ കിച്ചണും സെക്കൻഡ് കിച്ചണും. സെക്കൻഡ് കിച്ചണിൽ ചോറാണ് വെക്കാറുള്ളത്, ബാക്കി എല്ലാ കുക്കിങ്ങും മെയിൻ കിച്ചണിലാണ്. ഒരു മാസം കൊണ്ട് എനിക്കും മിന്നമൊക്കും പനിയൊക്കെ ആയതുകൊണ്ട് വീടെല്ലാം ആകെ അലമ്പ് പിടിച്ചങ്ങ് കിടക്കുവാണ്. പനി ആയതുകൊണ്ടൊന്ന് വൃത്തിയാക്കാനും പറ്റിയിട്ടില്ല, തീരെ അങ്ങ് വയ്യായിരുന്നു. 2 ആഴ്ച കായംകുളത്തുള്ള എൻ്റെ വീട്ടിലും കൂടി ആയിരുന്നപ്പോൾ പിന്നെ പറയും കൂടി വേണ്ടല്ലോ. മെയിൻ കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളേ, വലിയ പണിയൊന്നും മെയിൻ കിച്ചണിലില്ല. മഴ തുടങ്ങിയപ്പോൾ ചോറൊക്കെ വെക്കുന്നത് ഗ്യാസ് അടുപ്പിലാണ്, വേറെയൊന്നുമല്ല, വിറകൊക്കെ അങ്ങ് തീർന്നു പോയി. മഴ മാറിയാലേ നല്ല ഉണങ്ങിയ വിറക് വാങ്ങിക്കാനായിട്ട് കിട്ടുകയുള്ളൂ. അതും കൂടി ആയപ്പോൾ സെക്കൻഡ് കിച്ചൺ തീരെ അങ്ങ് ശ്രദ്ധിക്കാതായതാണ്. കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ സെക്കൻഡ് കിച്ചണിൽ ഇരിപ്പുണ്ടായിരുന്നേ, അതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് എടുക്കാൻ പോയതാണ്. ഇപ്പം താഴെ വീണ് എല്ലാം കൂടി അങ്ങ് പൊട്ടിയേനെയാണ്. പിന്നെ പാത്രങ്ങൾ കുറേശ്ശെയായിട്ട് മെയിൻ കിച്ചണിലെ കബോർഡിൽ അങ്ങ് കൊണ്ടുവച്ചേ. ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസം കിച്ചണിലെ മറ്റ് പണികളെല്ലാം രാവിലെ അങ്ങ് ഞാനങ്ങ് ചെയ്ത് തീർക്കുവേ. അരിയാനുള്ള പച്ചക്കറികളെല്ലാം തലേന്ന് രാത്രി തന്നെ അങ്ങ് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളെല്ലാം പെട്ടെന്ന് അങ്ങ് രാവിലെ തന്നെ ചെയ്ത് തീർക്കാൻ കഴിയും. നമുക്കൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വീടും പരിസരവും എല്ലാം അങ്ങ് അലമ്പാകും. പനി മാറി വരുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പണി. മെയിൻ കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് സെക്കൻഡ് കിച്ചൺ ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് കുഴലടുപ്പാണ് ഈ കിച്ചണിലുള്ളത്. അതിൽ കുറച്ച് ചിരട്ടയും ചാരവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തു മാറ്റി മുകൾ ഭാഗം അത്രയും ആദ്യം അങ്ങ് വൃത്തിയാക്കാമെന്ന് വെച്ച് പിന്നെ ഒരു തുണി ഉപയോഗിച്ച് അത് അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അങ്ങ് തുണി നനച്ച് അവിടെ എല്ലാം അങ്ങ് തുടച്ച് അവിടുത്തെ അഴുക്കെല്ലാം അങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ തീ കത്തിക്കുന്ന അടുപ്പൊക്കെ ആയതുകൊണ്ട് ഈ കരിയൊക്കെ അവിടെ എല്ലാം പറ്റിയിരിപ്പുണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി അങ്ങ് കൊടുത്ത്. പിന്നെ ആ ടൈലിൻ്റെ ഭാഗത്തൊക്കെ ഈ പുകയുടെയൊക്കെ കറയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തുണി ഇടയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിൽ നനച്ച് എല്ലാം വൃത്തിയാക്കി കൊടുത്തു. പിന്നെ ജനലുകളെല്ലാം കയറിയെന്ന് തുടച്ച് കൊടുത്ത്. ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി എൻ്റെ കാലിന് നല്ല പെയിൻ ആയിട്ടുണ്ട്. പിന്നെ കബോർഡുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത്. ആദ്യം ഞാൻ കബോർഡിൻ്റെ ഡോറാണ് എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത്. പിന്നെ ഈ അടുപ്പിൻ്റെ ഒരു മൂടി ഉണ്ടല്ലോ, എന്തുവാന്ന് പേര് എനിക്കറിയത്തില്ല, ഇങ്ങനെ ഈ അടുപ്പിന് 3 അടപ്പുണ്ടായിരുന്നു ഇങ്ങനെ അടച്ചു വെക്കുന്നത്, അതും എല്ലാം അങ്ങ് തുടച്ച് ഒന്നും കൂടെ ആ ടൈലൊക്കെ ഒന്നും കൂടെ അങ്ങ് ക്ലീൻ ചെയ്തങ്ങ് കൊടുക്കുന്നുണ്ട്. ഈ അടുക്കളയിൽ 3 കബോർഡാണ് ഉള്ളത്. ഇതൊക്കെ ഇടയ്ക്കൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നതുകൊണ്ട് വലിയ പൊടിയോ അഴുക്കോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഇതിൽ വലിയ ഉപയോഗം ഇല്ലാത്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ഇതിനകത്തിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഒരു കബോർഡിനകത്തിൽ മീൻ കട്ട് ചെയ്യുന്ന കത്രികയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ നാപ്റ്റോളിൽ നിന്ന് വാങ്ങിച്ച പാത്രങ്ങളാണ്. ആ നീല അടപ്പുള്ളത് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, കുറച്ചൊക്കെ അങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ താമസമാവുന്ന ടൈമിൽ വാങ്ങിച്ചതായിരുന്നു. അതിലിപ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ ബാലൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം ചീത്തയായിപ്പോയി. പിന്നെ അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. എല്ലാം ഒന്ന് കബോർഡുകളെല്ലാം അങ്ങ് നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അടപ്പെല്ലാം എടുത്ത് അടുപ്പിനകത്തിലോട്ട് അതാത് സ്ഥാനത്ത് അങ്ങ് വെക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഒന്നും കൂടെ എല്ലാം ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി അങ്ങ് എടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ എത്ര തുടച്ചാലും അങ്ങ് മതി വരത്തില്ല, ഇങ്ങനെ തുടച്ച് ഇങ്ങനെ ഇരിക്കണേ, വൃത്തിയാക്കി അങ്ങ് എടുക്കണം. പിന്നെ ഈ ഒരു കുടൽ കണ്ടില്ലേ, അത് ഞാനിങ്ങനെ അടുപ്പിൽ ഇങ്ങനെ ഊതുന്നേ, തീയൊക്കെ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഊതി കത്തിക്കത്തില്ല, അങ്ങനെ അതിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ജനലുകളെല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കയറി ഇറങ്ങി ചെയ്യുന്ന ഇച്ചിരി പാടായിരുന്നാലും നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പൊടിയൊക്കെ ഇരുന്നാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പനികളും ഒക്കെ വരികയൊക്കെ ചെയ്യും. അതുപോലെ പ്രത്യേകിച്ച് ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് ഈ പൊടിയൊന്നും ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ മിന്നുമോക്കും എനിക്കുമൊക്കെ അത്യാവശ്യം അലർജിയുടെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഇവിടെ നിരന്തരം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും. പിന്നെ ആ സ്ലാബും വാഷ് ബേസിനും എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്, എല്ലാം ഒന്ന് കഴുകി ഇതായിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വാഷ് ബേസിനും സ്ലാബും ഒക്കെ കഴുകാൻ ഞാൻ പ്രത്യേകം ഒരു സ്പോഞ്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് കഴുകുന്നത്. പിന്നെ ഞാൻ ഉപയോഗിച്ച് പഴകിയ നമ്മുടെ ഡ്രസ്സില്ലേ, കോട്ടൺ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ കളയത്തില്ല, അത് മാറ്റി വെക്കുവേ. ഇങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ എടുക്കും. അങ്ങനെ ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. വശം എല്ലാം നല്ല വൃത്തിയാക്കി അങ്ങിട്ട് ഇനി താഴെയാണ് നല്ല പണി കിടക്കുന്നത്. നല്ല രീതിയിൽ അവിടെ പൊടിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വിറകൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ പൊടികളും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു ചൂല് ഉപയോഗിച്ച് എല്ലാം തൂത്ത് അതെല്ലാം അങ്ങ് പുറത്തോട്ട് അങ്ങ് എടുത്ത്. പിന്നെ ഈ സവാളയൊക്കെ പൊളിക്കുമ്പോൾ ഉള്ള തൊലിയില്ലേ, ഉള്ളിത്തൊലിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കളയത്തില്ല, അതെല്ലാം ഒരു മുറത്തിലിട്ട് മാറ്റി അതോട് വെച്ചേക്കുക. അത് ചെടികൾക്കൊക്കെ നല്ല വളമാണ്. അങ്ങനെ സവാള, കൊച്ചുള്ളി, വെളുത്തുള്ളി അതിൻ്റെയൊക്കെ തൊലിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ റോസാ ചെടിക്കും അല്ലാതുള്ള എൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സിനും എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുവേ. പിന്നെ അതിൻ്റെ എല്ലാം തൂത്ത് വാരിയിട്ട് അതിൻ്റെ അടിവശം എല്ലാം ഒരു മോപ്പ് ഉപയോഗിച്ച് അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്.
പിന്നെ അവിടെയൊക്കെ എന്തിൻ്റെയൊക്കെ കറയൊക്കെ ഉണ്ട്. അത് എത്രയൊക്കെ തുടച്ചിട്ടും അതൊന്നും പോകുന്നില്ല. നേരത്തെ തൊട്ടേ ഉള്ളതാണ്. അത് ഞാൻ ഈ കമ്പി ഉണ്ടല്ലോ പാത്രം കഴുകുന്ന, അതൊക്കെ വെച്ചിട്ടിങ്ങനെ ഉരച്ചൊക്കെ കളയാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് പോകുന്നില്ല. നേരത്തെ തൊട്ട് അതങ്ങനെ ഉള്ളേ. പിന്നെ ടൈലൊക്കെ അങ്ങ് തുടച്ച് എല്ലാം അങ്ങ് വൃത്തിയാക്കി അങ്ങ് എടുത്തേ. 3-4 ട്രിപ്പ് ഇങ്ങനെ തുടച്ചിങ്ങനെ മാറ്റുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. ലൈസോളൊക്കെ ഒഴിച്ച് നല്ല രീതിയിലാണ് തുടച്ചെടുക്കുന്നത്. അങ്ങനെ ഒഴിച്ച് എൻ്റെ ലൈസോളും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വെള്ളമെല്ലാം ഞാൻ പുറത്തു കൊണ്ടാണ് കളയുന്നത്. അങ്ങനെ അതെല്ലാം കളഞ്ഞ് മോപ്പും എല്ലാം കഴുകി ഒന്നും കൂടെ കൊണ്ടുവന്ന് എല്ലാം ഒന്ന് തുടച്ച്, പിന്നെ അത് വീണ്ടും ഒരു ഉണങ്ങിയ കോട്ടൺ തുണി എടുത്തിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് നല്ല ലെവലാക്കി അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോടൊന്ന് കൂട്ടുകൂടിയേക്കണേ. അന്നേരം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എങ്ങനെയുണ്ട്? കിച്ചൺ ക്ലീൻ ചെയ്ത എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നോട് കൂട്ടുകൂടണേ കൂട്ടുകാരെ. ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ ആകെ ടയേർഡായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറുണ്ണേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വേണം ചോറുണ്ണാൻ. ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാം എന്നോടൊന്ന് കൂട്ടുകൂടണേ.